ഈ ഒരു ഇൻട്രോവോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഓൾ അടിപൊളിയായിട്ട് പറഞ്ഞ് എൻ്റെ പണിയും കുറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് വാസ്കോഡഗാമ കാലുകുത്തിയ നമ്മുടെ കാപ്പാട് ബീച്ചിലേക്കാണ്. ആദ്യം തന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാലോ അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ഇത്. നല്ല ചൂട് ചായയും പഴംപൊരിയും, എനിക്കൊരു മസാല എഗ്ഗും ആയിരുന്നു. ഒരു പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരാളെ ചിന്ത ഫുള്ള് പാർക്കിലേക്ക് ആയിരുന്നു കേട്ടോ. തീരെ റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ. പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ള ഭൂരിഭാഗം സംഭവങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവരും ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു മരങ്ങളും ഇടയ്ക്ക് വരുന്ന ഈ ഒരു പച്ചപ്പുമാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടിന് നല്ല ഭംഗിയുണ്ടാവും ഇവിടെ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ആണ്. പിന്നെ നമുക്ക് നല്ല സിറ്റ് ഔട്ട് ഉണ്ട്, ബീച്ചിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയ, നല്ല വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ. ബാത്റൂം വരെ വെറുതെ വിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു വാളിൻ്റെ ഗ്ലാസി ലുക്ക് കണ്ടപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ തോന്നിപ്പെടുത്തതാണ്. ദിസ് ഈസ് ദ ലഞ്ച് ടൈം ഗൈസ്. ഞങ്ങളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു വൈബിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ബീച്ചിലേക്ക് നോക്കി നിന്ന് തണലിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേറെ തന്നെ വൈബാണല്ലോ. നല്ല നെയ്ച്ചോറും ചിക്കക്കറിയും അച്ചാറും തൈരൊക്കെ ഉണ്ടായി കേട്ടോ. ഈ ഒരു വൈബിൽ കഴിച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മൻ്റെ കൈപ്പുണ്യവും. വെയിലല്ലേ? പിന്നെന്താ പാർക്കാണ്. ഇതിലെന്താ ഉണ്ടാക്കണേ? ബിരിയാണിയാ? നോക്കട്ടെ എന്താ ഉണ്ടാക്കണത്. പ്ലേ ചെയ്യാ? Do you like it? ഓരോ സ്ഥലത്ത് ഓരോ കുഴികളുണ്ട്. ഇതെന്താ ഈ കുഴികള്? എന്തോ കുഴിച്ച് വെച്ചതാണ്. ഞണ്ടിന്റെ ആയിക്കൂലേ? ഈ ഒരു കാര്യത്തിനാണ് എത്രയോ നേരമായിട്ട് ഞാൻ അവിടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വെയിലൊന്ന് കുറച്ച് താവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ. പക്ഷെ ആൾക്ക് തീരെ നേരമല്ല. പിന്നെ തലയിലൊരു ടർക്കി കെട്ടി കൊടുത്തിട്ട് ഇറക്കിട്ടോ. ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അതുകൊണ്ട് വെയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിൽ പോയപ്പോൾ തുടങ്ങി വെച്ചതാണ് ഈ ഒരു കളി. ആൾക്ക് വല്ലാതെ അട്ടുപിടിച്ച്. പിന്നെ അവള് ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചു. അവിടെ കണ്ടില്ലേ കുറെ പേര് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. സെല്ലും അമ്മയും കൂടെ എന്താ ഉണ്ടാക്കുന്നത്? സെല്ലു എക്സ്പേർട്ട് കുക്കാണെന്ന് തോന്നുന്നുണ്ട്. ഡ്രസ് താത്തിക്ക. സ്ട്രോബെറി, വാനില, സ്ട്രോബെറി. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ സെല്ലു നല്ല ഹാപ്പി ആയിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സമയത്ത് ഇക്കൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവിടുന്ന് ഒരു ഫോണൊക്കെ മേടിച്ച് കൊടുത്തു നോക്ക്. അപ്പോൾ അതും കൊണ്ടിട്ട് കളിച്ചിട്ട് വരികയാണ് കേട്ടോ. ഓളെക്കാട്ടിൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് അത് കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നല്ലോ.
ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, പിന്നെ ലൈക്ക് ചെയ്യുക. സോ ബൈ.